എല്ലാവർക്കും മിസ് പി ആർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഏറെക്കാലമായി ഒരു വീഡിയോ യൂട്യൂബിലേക്ക് ഇട്ടിട്ട് സമയപരിമിതി മൂലമാണ് നമുക്ക് ഓൺലൈൻ ക്ലാസ്സും മറ്റുള്ളതുകൊണ്ട് ഇന്ന് സമയം കിട്ടാറില്ല. എങ്കിലും ഇന്ന് ഒരു മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാര്യം ഉണ്ടായതുകൊണ്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് എൻ്റെ ആമ്പൽക്കുളത്തിൽ മനോഹരമായ ഒരു താമര വിരിഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? വളരെ കളർഫുള്ളായിട്ടുള്ളൊരു താമര. ഇത് വലിയൊരു പോണ്ടാണ്. ഏകദേശം 10-15 വർഷം പഴക്കമുള്ള ഒരു പോണ്ടാണ്. അന്ന് മുതൽ ഇതിനകത്ത് ആമ്പൽ നട്ടുപിടിപ്പിച്ചിരുന്നു. ദിവസവും നമുക്ക് പൂക്കളുണ്ടാകും. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു 3-4 പൂക്കളൊക്കെ കണി കണ്ടുകൊണ്ട് നമുക്ക് ഉണരാം. അപ്പോൾ പിന്നീട് ഇത് ഈ പോണ്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഭാഗത്ത് നമ്മളൊരു താമര വാങ്ങിച്ച് നട്ടു. അപ്പോൾ അത് നട്ടൊരു 3-4 പൂവൊക്കെ ആദ്യം ഉണ്ടായി. പിന്നീട് അത് ഉണങ്ങിപ്പോയി. അപ്പം അതിനുശേഷം പിന്നീട് അതിന് മുളയ്ക്കില്ല എന്ന് വിചാരിച്ചു. എന്നാൽ 1-2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അത് മുളച്ചു തുടങ്ങി. അപ്പം അത് ഈ ചെറിയ ക്യാബിനിൽ മാത്രമല്ല, അതങ്ങോട്ട് ഈ പോണ്ട് മുഴുവൻ അങ്ങോട്ട് വളരാൻ തുടങ്ങി. എല്ലായിടത്തേക്കും അത് വ്യാപിച്ചു. അപ്പം ഇനി ആമ്പൽ നശിച്ചു പോകുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നിന്ന് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. എന്തായാലും രണ്ടും കൂടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇത് വളർന്ന് ഇതിനകത്ത് മുട്ടുകളിടാൻ തുടങ്ങി. ഇതിൻ്റെ ഓരോ തണ്ടിലും മുട്ടുകൾ വരാൻ തുടങ്ങി. ഇത് കണ്ടോ, ചെറിയ മുട്ടുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ഇവിടെ വിരിയാൻ വിടർന്ന് നിൽക്കുവാണ് അടുത്തത്. അപ്പം വിചാരിച്ചു എന്തായാലും ഇതിങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇങ്ങനെ ഇരിക്കെ ഇന്നിപ്പം രാവിലെ ഒരു മുട്ട് വിരിഞ്ഞു. വളരെ മനോഹരമായിട്ട് ഇത് കുറച്ചും കൂടെ നന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. കാരണം ഇതിപ്പം ഇന്നലെ രാത്രി ഒരു മഴയുണ്ടായിരുന്നു. അത് കാരണം ഇതിങ്ങനെ ചേർന്ന് നിൽക്കും. ഇതളൊക്കെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ്. സൂര്യപ്രകാശമൊക്കെ വരുമ്പോൾ ഒന്നും കൂടെ നന്നായിട്ടിത് വിരിയും. വളരെ ഭംഗിയായിട്ട് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇത് പറിച്ച് കളയാതിരുന്നത് വലിയ കാര്യമായി എന്ന് ഞാൻ ഈ പൂ കണ്ടപ്പോൾ വിചാരിച്ചു. എന്തായാലും ഇനി രണ്ടും കൂടെ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയില്ല. ആമ്പലിലും 2-3 പൂക്കളൊക്കെ ദിവസവും 3-4 ഒക്കെ ദിവസവും ഉണ്ടാവും. ഇത് നമുക്ക് കാണുമ്പോൾ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സമയം കുറേയൊക്കെ ഇങ്ങനെ പോകും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറേ ഈ ഒച്ചുകളിങ്ങനെ വെള്ളത്തിലുണ്ടാവും. ഇത് കണ്ടോ, ഇത് നമ്മൾ മാറ്റിക്കളയണം. ഇത് എവിടെ നിന്ന് വരുന്നു എന്നൊന്നും അറിയത്തില്ല. ഇത് ഈ താമരയുടെ ഇലയൊക്കെ ഇങ്ങനെ നശിപ്പിക്കും. അപ്പം നമ്മൾ ഇല ഇങ്ങനെ പൊക്കി നോക്കിയിട്ട് അതിനെ എടുത്ത് കളയണം. അത് കണ്ടമാനം ഇങ്ങനെ ഉണ്ട്, ഇലയുടെ ബാക്കിലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് ഇതാണ്. ഇത് ഇല തിന്ന് നശിപ്പിക്കും. പിന്നെ ഇതിലെ വെള്ളം നമ്മൾ മാറ്റാറില്ല. ഇതിനകത്ത് ഗപ്പി പോലെയുള്ള ചെറിയ മത്സ്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഗോൾഡ് ഫിഷ്, പിന്നെ കുറേ മറ്റ് മത്സ്യങ്ങളൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല വളമാണ്. അതെ, ഗോൾഡ് ഫിഷ് ഇതിൻ്റെ അടിയിലുണ്ട്. ഇതിങ്ങനെ എപ്പോഴും പുറമേ ഒന്നും വരത്തില്ല. ഇങ്ങനെ വെള്ളത്തിനടിയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ 1-2 പിലോപ്പികളൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വേസ്റ്റ് എന്ന് പറയുന്നതിന് വളരാനായിട്ടുള്ളൊരു സൗകര്യമാണ്. അപ്പോൾ നമ്മളീ വെള്ളം കളയാറില്ല, വെള്ളം മാറ്റാറില്ല. ഇപ്പോൾ 2-3 വർഷമായി ഇതിങ്ങനെ കിടക്കുന്നത്. ഇടയ്ക്ക് നമ്മൾ വെള്ളം വറ്റി കഴിയുമ്പോൾ കുറച്ച് വെള്ളം പുതിയത് ഒഴിച്ചു കൊടുക്കും. കാരണം ഇത് വെള്ളം മാറ്റേണ്ട കാര്യമില്ല. ഇതിനകത്ത് ഈ മീനുകളുടെ വേസ്റ്റ് ഇതിനകത്ത് വീഴും. അത് ഈ താമരയുടെ കിഴങ്ങും അതുപോലെ തന്നെ ആമ്പലിൻ്റെ കിഴങ്ങും ഒക്കെ വെള്ളം നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പം നമ്മൾ അതുകൊണ്ട് പ്രത്യേകിച്ച് വെള്ളം മാറ്റി കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇത് പിന്നെ പുതിയ വെള്ളം മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് പുതിയ വെള്ളം കിട്ടും. പിന്നെ വെള്ളം വറ്റുമ്പോൾ നമ്മൾ ഒഴിച്ച് കൊടുക്കുക. അതുകൊണ്ട് ഗോൾഡ് ഫിഷൊക്കെ ഇതിനടിയിലുണ്ട്. ഇങ്ങനെ ഇതൊന്നും മേലോട്ട് വരത്തില്ല. അപ്പം നമുക്ക് കുറേ സമയം ഇങ്ങനെ പോകും. അപ്പം സമയം ഇല്ലെങ്കിലും നമുക്കിതിനോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു പോണ്ടൊക്കെ വീട്ടിലുണ്ടാക്കി, ഇത്രയും വലിയ പോണ്ടില്ലെങ്കിലും ചെറിയ പാത്രങ്ങളൊക്കെ ഈ റൗണ്ടിലുള്ള വലിയ പാത്രങ്ങളൊക്കെ കിട്ടും, പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ. അതൊക്കെ വാങ്ങിച്ച് നമുക്ക് ഇങ്ങനെ ഇത്തരത്തിലുള്ള പൂണ്ടുകൾ ഉണ്ടാക്കാം.
മനോഹരമായ നമ്മൾ കുളങ്ങളിലൊക്കെ മാത്രം കണ്ടിരുന്ന പൂക്കളെ നമുക്ക് പാടശേഖരങ്ങളിലൊക്കെ കണ്ടിരുന്ന പൂക്കളെ നമുക്ക് വീട്ടിൽ വളർത്താവുന്നതാണ്. പിന്നെ ഇതിൻ്റെ നീലയും എൻ്റെ അടുത്തുണ്ട്. അത് ടെറസിൻ്റെ മുകളിലാണ്. ഇതിപ്പം വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മളൊരു ടാങ്കിൽ നിർത്തിയിരിക്കുന്നതാണ്. അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം എഴുതുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എഴുതുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ചെറിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.